ഫോണെടുത്ത് ചേട്ടാ ഉറങ്ങിയോന്ന് ചോദിച്ചില്ല. അപ്പോൾ പറഞ്ഞു ചേട്ടാ ഞാൻ ചേച്ചിയെ വിളിച്ചില്ല, ചേട്ടാ നിങ്ങളുടെ വിസ 4 പേരുടേതും ഇവിടുത്തെ ഗവൺമെൻറ് റിജക്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയുന്നത്. ഞാനിങ്ങനെ ഭൂമി പിളർന്ന് താഴെ പോകുന്ന പോലെ ആയിപ്പോയി. എൻ്റെ മക്കൾ സ്കൂളിൽ ചെന്ന് ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് വിസ മേടിക്കുന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ഇവർ ഉറങ്ങിയില്ലായിരുന്നു സാർ. അപ്പോൾ അവർ കേൾക്കുന്നു, അയ്യോ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും പപ്പാന്ന് ചോദിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാൻ എൻ്റെ കുടുംബത്തെ അനുവദിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ജിനോയ് തോമസ്. പാലാരൂപതയിലെ പൂഞ്ഞാർ സെൻറ്റ് മേരീസ് ഫെറോണ ചർച്ചിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇതെൻ്റെ മക്കൾ ഐറിൻ ആൻ ഡെറിക് തോമസ്. എൻ്റെ ഭാര്യ ഓസ്ട്രിയയിലാണ്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം സമയച്ചുരുക്കത്തിലൂടെ ഇവിടെ ഉടമ്പടി എടുത്തതിലൂടെ പരിശുദ്ധ അമ്മ എൻ്റെ ഭാര്യയ്ക്ക് ജർമ്മൻ എക്സാം എല്ലാം ജയിക്കാതെ തന്നെ ഓസ്ട്രേലിയയിൽ നല്ലൊരു ജോലി നൽകിയതിൻ്റെ ഞാനും ഭാര്യയും കൂടി വന്ന് പറഞ്ഞ സാക്ഷ്യമായിരുന്നു. അത് 2025 ഫെബ്രുവരി മാസത്തിലായിരുന്നു. അതിനു മുമ്പ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാൻ ഇവിടെ വരുന്നത് 2021 പക്ഷെ അന്ന് വന്നപ്പോൾ എനിക്ക് ഒരു അഹങ്കാരമുണ്ടായിരുന്നു. ഞാനൊരു കത്തോലിക്ക വിശ്വാസിയാണ്, സത്യക്രിസ്ത്യാനിയാണ്, മാതാവിനോടൊക്കെ ഭക്തിയുള്ള ആളാണ്. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഒരു പരീക്ഷണാർത്ഥമാണ്. എൻ്റെ 2 സുഹൃത്തുക്കളോടൊപ്പം വന്ന് വെറുതെ ഇതെന്നാന്ന് കാണാൻ വേണ്ടി ഉടമ്പടി എടുത്തതാണ്. അന്നേരം ഇവിടെ ഉടമ്പടി എടുത്ത ആളുകൾ മാതാവിൻ്റെ തിരുസ്വരൂപമായി പ്രദക്ഷിണത്തിൽ വരുമ്പോൾ ഇവിടെ നിൽക്കുന്ന ആളുകൾ അക്രൈസ്തവരൊക്കെ മാതാവിൻ്റെ രൂപത്തിൽ തൊട്ട് വന്ദിക്കുന്നത് കണ്ടിട്ട് ഇതൊരു വിഗ്രഹാരാധന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് വളരെ പുച്ഛമായിരുന്നതില്ല. ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണ് എന്നുള്ള അഹങ്കാരം, ഏകദൈവ വിശ്വാസിയാണെന്നുള്ള അഹങ്കാരം. അപ്പോൾ ഇവിടെയുള്ള വിശുദ്ധ വസ്തുക്കൾ, ഉടമ്പടി വസ്തുക്കളൊക്കെ അതൊക്കെ ചുമ്മാ പ്രകസനമാണ്. ഇവിടെ നടക്കുന്ന യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ഇത് സാക്ഷ്യങ്ങൾ കേൾക്കണം എന്നൊക്കെ പറയുന്നത് ബിസിനസ് തട്ടിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എനിക്ക് അതിനോട് എതിർപ്പില്ലായിരുന്നു. കാരണം ഇവിടെ പലതരത്തിലുള്ള ബിസിനസ് നടക്കുന്നു. മദ്യവും മയക്കുമരുന്നും ഒക്കെ വിറ്റ ആളുകൾ കാശുണ്ടാക്കുന്നു. ഇവിടെ വിൽക്കപ്പെടുന്നത് ആത്മീയതയാണല്ലോ, ദൈവവചനമാണല്ലോ. അതുവഴി ഒരുപാട് ആളുകൾക്ക് മാനസിക സന്തോഷം ലഭിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ വിശദീകരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അതങ്ങ് നടക്കട്ടെ, നല്ല കാര്യമല്ലേ വിൽക്കുന്നത് എന്നുള്ളൊരു വിചാരമായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത് പോലും ഞാൻ നോക്കിയപ്പോൾ നമ്മളൊക്കെ ഫിറ്റ്നസ് സെൻ്ററുകളിൽ പോയി നമ്മുടെ ബോഡിക്കൊക്കെ ആരോഗ്യം കിട്ടാൻ ഇതിന് ഫിറ്റ്നസ് സെൻ്ററുകളിലൊക്കെ പോകുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇതൊരു സ്പിരിച്വൽ എക്സർസൈസ് എന്നുള്ള രീതിയിൽ ഞാൻ ഉടമ്പടി എടുക്കുകയാണ്. കുറച്ച് നാൾ ഞാനൊരു ടിപ്പിക്കൽ ക്രൈസ്തവനാണ്. പള്ളിയിൽ പോകും, ഞായറാഴ്ച പോകും, വിശേഷ ദിവസങ്ങളിലൊക്കെ കൂട്ടുകാരോട് 1-2 പക്ക് കഴിക്കും. അങ്ങനെയൊക്കെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ മനസാക്ഷി നന്നായിരുന്നാൽ മതി എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ ഇത്തരം ശീലങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാം, പള്ളിയിൽ പോകാം, പ്രാർത്ഥിക്കാം, അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഉടമ്പടി എടുക്കുന്നു. ഉടമ്പടി എടുത്ത ശേഷം ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ അമ്മയോടും ഭാര്യയോടും പറയുമ്പോൾ അവരെന്നെ നിരുത്സാഹപ്പെടുത്തുന്നത് വേണ്ടായിരുന്നു, നിൻ്റെ സ്വഭാവം വെച്ച് നീ ഇത് പൂർത്തിയാക്കുമല്ലോ. അപ്പം ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു, ഞാനൊരു 2 പക്ക് അടിച്ചിട്ട് വീട്ടിൽ കയറി വന്നാൽ മമ്മി എന്നെ വെറുക്കുമോ? ഇല്ല. അതുപോലെ തന്നെ മാതാവ് എന്നെ വെറുക്കത്തില്ല. ഉടമ്പടിയൊക്കെ ചുമ്മാ പ്രകസനമാണ്. ഞാനങ്ങനെ 1 മാസം കൊണ്ട് എൻ്റെ ആദ്യത്തെ ഉടമ്പടി, അത് കഴിഞ്ഞ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിങ്ങനെ പോവുകയാണ്. പക്ഷേ ഞാനൊരു നേഴ്സാണെങ്കിലും എനിക്ക് പരമ്പരാഗതമായി കിട്ടിയ തടിക്കച്ചവടമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ടിമ്പർ ബിസിനസ്സായിരുന്നു. പഴയപഴി എൻ്റെ ബിസിനസ്സിൽ ഫ്ലോപ്പ് ഉണ്ടായി. എനിക്ക് കുറച്ച് പൈസ, ഒരു വലിയ തുക, ലക്ഷങ്ങളോളം തുക ഒരാൾ എന്നെ പറ്റിച്ചുകൊണ്ട് പോയി. ആ സമയത്ത് എൻ്റെ വൈഫ് പറയുന്നു, അവളിവിടെ ഒരു ക്യാൻഡിൽ ലൈറ്റ് പ്രെയറിൽ അപേക്ഷിച്ച് എനിക്കൊരു തീരുമാനം എടുക്കണമെന്ന് മാതാവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ അവൾക്ക് തോന്നുകയാണ് ജർമ്മൻ പഠിക്കാൻ. അങ്ങനെ അവൾ എന്നോട് പറഞ്ഞു അവൾ ജർമ്മൻ പഠിക്കാൻ പോകുന്നു. അത് ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് ആൾ പറയുന്നു നമുക്കൊന്ന് ഉടമ്പടി എടുക്കാൻ പോയാലോ. ഓക്കെ, ഞാൻ വന്നു. ഇവിടെ വന്ന് ഞങ്ങൾ 2 പേരോട് വന്ന് ഉടമ്പടി എടുക്കാൻ തുടങ്ങിയപ്പോൾ ഭാര്യ ഭർത്താവ് ആരെങ്കിലും ഒരാൾ ഉടമ്പടി എടുത്താൽ മതി, ഫലത്തിൽ 2 പേരും കൂടിയാണ് എന്ന് ഇവിടുന്ന് പറയുന്നു. അങ്ങനെ എൻ്റെ വൈഫ് ഉടമ്പടി എടുക്കുന്നു. പക്ഷേ ഞാനിവിടെ നിന്നപ്പോൾ അന്ന് ജോസഫ് അച്ഛൻ്റെ ഒരു ടോക്ക് കേൾക്കുന്നു. 2 വ്യക്തികൾ തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് ചെയ്താൽ അതിൽ 2 പേരും ആ കാര്യങ്ങൾ പാലിക്കണം. അതിൽ എഗ്രിമെൻറ്റ് ലംഘിക്കുന്നവനാണ് വിശ്വാസവഞ്ചന കാണിക്കുന്നത്. പെട്ടെന്ന് എനിക്ക് തോന്നി എൻ്റെ എതിർ നിൽക്കുന്നത് ദൈവമാണ്, അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. പക്ഷെ ഞാൻ ഉടമ്പടി ലംഘിച്ചത് തെറ്റാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു. പിന്നീട് ഞാൻ ആത്മാർത്ഥമായിട്ട് ഉടമ്പടി എടുക്കുന്നു എൻ്റെ ഭാര്യയോട്. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഒന്നുകൂടി ഉടമ്പടി എടുക്കണം. അങ്ങനെ ഞാൻ ഇവിടെ വരുന്നു. എൻ്റെ ഒരു ഹൈന്ദവ സുഹൃത്തിൻ്റെ ഒപ്പമാണ് വരുന്നത്. ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നു, അദ്ദേഹം ഉടമ്പടി എടുക്കുന്നു. അദ്ദേഹം ഈ പ്രദക്ഷിണത്തിന് മാതാവിനെ പിടിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു, മാതാവിൻ്റെ തിരുസ്വരൂപം ലഭിക്കാനുള്ള. അത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു എൻ്റെ കൈകളിൽ കൂടെ ദേഹത്തുകൂടി ഒരു കറണ്ട് അടിക്കുന്ന ഒരു ഫീൽ ഉണ്ടായി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഒരു കുറ്റബോധം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഉടമ്പടി പൂർത്തിയാക്കി ആ ഉടമ്പടിയിൽ നടക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വൈഫ് എക്സാം എഴുതിയിട്ടെല്ലാം ജയിച്ചില്ല, 3 വീഡിയോകൾ മാത്രം കിട്ടുന്നു. പക്ഷേ മാതാവ് അത്ഭുതകരമായി എൻ്റെ വൈഫിന് ഓസ്ട്രേലിയയിൽ നല്ലൊരു ജോലി നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ അതിൻ്റെ സാക്ഷി ഇവിടെ വന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ വർഷം അവൾ അവിടെ കയറിപ്പോകുന്നു.
പിന്നീട് ഞാൻ ഉടമ്പടിയിലിരിക്കുകയാണ്. അപ്പോൾ എനിക്കും ഈ ഓസ്ട്രിയ എന്ന് പറഞ്ഞ രാജ്യത്തെ ഒരു ബഷീദ് 10-14 വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയതാണ്. ഞാൻ അന്നേരം എൻ്റെ ബിസിനസ് നാട്ടിൽ നിൽക്കാമെന്നുള്ള തീരുമാനത്തിൽ അത് വേണ്ടെന്ന് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ പക്ഷേ എനിക്ക് പിന്നീട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടാണ്ട് തോന്നി. കാരണം എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അത് കിട്ടാണ്ട് വന്നതുകൊണ്ട് ഞാനത് പോക്ക് വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ശരിയാക്കി തരുന്നു. ഞാൻ വളരെ സന്തോഷവാനാകുന്നു. ഞാൻ അതിൻ്റെ പിറ്റത്തെ ആഴ്ച സെപ്റ്റംബർ മാസത്തിൽ എൻ്റെയും പിള്ളേർക്കും വേണ്ടി ഡൽഹിയിലെ ഓസ്ട്രിയൻ എംബസിയിലേക്ക് ഒരു അപ്പോയിൻമെൻറ്റിന് ഒരു അപേക്ഷ സമർപ്പിച്ചൊരു ഇമെയിൽ അയക്കുകയാണ്. പിറ്റേ ദിവസം എനിക്ക് അവിടുന്ന് ഒരു റിപ്ലൈ വന്നു. സാധാരണ 3 മാസം കഴിഞ്ഞ് വരേണ്ട റിപ്ലൈ പിറ്റേ ദിവസം എനിക്ക് വരികയാണ്. നിങ്ങൾക്ക് ജനുവരി 5-ാം തീയതി ബയോമെട്രിക് നടപടികൾക്ക് വേണ്ടി ഓസ്ട്രിയൻ എംബസിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ജനുവരിയിൽ ഓസ്ട്രിയൻ എംബസിയിൽ പോയി ബയോമെട്രിക് നടപടികൾ പൂർത്തിയാക്കുന്നു. അതിനുശേഷം അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്ന ഓസ്ട്രിയയിലേക്ക് ബാക്കി പേപ്പറുകളെല്ലാം അയക്കുകയാണ്. ഓസ്ട്രിയയിൽ എൻ്റെ വൈഫ് താമസിക്കുന്ന നീഡ് ഓസ്ട്രിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് ഓസ്ട്രിയൻ എംബസിയിൽ നിന്ന് പേപ്പറുകൾ അയക്കുന്നു. 3 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് വിസ വരണം. അതാണ് അവിടുത്തെ നടപടിക്രമങ്ങൾ. ഞാൻ വിസ കാത്തിരിക്കുന്നു. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്കൊരു വീട് വേണം. വീട് അവിടെ ഫാമിലി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി താമസിക്കാനുള്ള ഒരു വീട് വേണം. വൈഫ് അവിടുത്തെ ജോലി സ്ഥലത്തെ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. അപ്പം മക്കളെയും കൊണ്ട് പോകുമ്പോൾ 3 ബെഡ്റൂമുള്ള വീട് വേണം. അങ്ങനെ ഒരു വീട് അന്വേഷിച്ച് നടന്നിട്ട് അടുത്തൊന്നും കിട്ടിയില്ല. 10 കിലോമീറ്റർ അകലെ ഒരു വീട് കിട്ടുന്നു. ആ വീടെടുക്കാൻ പെട്ടെന്ന് പൈസയ്ക്ക് ഒരു ഷോർട്ടേജ് വരുന്നു. അവളങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അവളുടെ അക്കൗണ്ടിലേക്ക് അവിടുത്തെ ബാങ്ക് കറണ്ട് അക്കൗണ്ടിലേക്ക് ഒരു 9,000 യൂറോ ക്രെഡിറ്റ് ആക്കുകയാണ്. സാധാരണ അവിടെ ആളുകളുടെ ഇതിൽ ഇങ്ങനെ ഓവർ ഡ്രാഫ്റ്റ് പോലെ 2,000 യൂറോ 2 ലക്ഷം രൂപയൊക്കെ വരുന്നു. ഇത് 9 ലക്ഷം രൂപ കിട്ടുന്നു. വളരെ സന്തോഷത്തോടുകൂടി അതിനകത്ത് പൈസ എടുത്ത് ഞങ്ങൾ വീട് വാടകയ്ക്ക് എടുക്കുന്നു. അത് കഴിഞ്ഞ് ഇത് കാത്തിരിക്കുകയാണ്. 3-4 മാസമൊക്കെ കഴിഞ്ഞിട്ടും റിപ്ലൈ വരാതിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇത് മുന്നോട്ട് പോയാൽ പാടാകും, ശമ്പളമൊന്നും കിട്ടുന്നില്ല, അല്ല ശമ്പളമെല്ലാം ഇങ്ങനെ പോകുന്നല്ലോ എന്നോർത്ത് ഞങ്ങളുടെ അടുത്ത് ഭരണങ്ങാനം പള്ളിയിൽ പോയിരുന്നു മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. അൽഫോൻസാമ്മയുടെ ചാപ്പലിൽ പോയിരുന്നു. അമ്മ ഇത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ കേസ് ഡ്രോപ്പ് ചെയ്യുകയാണ്. ഇങ്ങനെ 2 വീടിൻ്റെ വാടക കൊടുക്കാനൊന്നും പറ്റുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ 4ാമത്തെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പള്ളിക്കകത്തായിട്ട് ഒരു ക്രൗഡ് കയറി വരുന്ന ശബ്ദം കേട്ട് ഞാൻ കണ്ണു തുറക്കണം. അപ്പോൾ കുറേ യൂറോപ്യൻസാണ്. പക്ഷെ ഞാൻ അവരെ കണ്ടപ്പോൾ ആദ്യം ഓർത്ത് അവർ ന്യൂസിലൻഡുകാരായിരിക്കും, കാനഡക്കാരായിരിക്കും, അല്ല മറ്റേതെങ്കിലും രാജ്യക്കാരായിരിക്കും എന്ന് ഓർത്തിരിക്കുമ്പോൾ ഇവർ ഈ ചാപ്പലിന് ചുറ്റും വന്ന് നിന്നിട്ട് അവരുടെ കൂടെ ഒരു പാൻറ് ഷർട്ട് ഇട്ട ആളുണ്ട്, ഒരു അച്ഛനാണ്, മലയാളിയാണ്, അച്ഛനാണെന്ന് തോന്നുന്നു കണ്ടാൽ. ഇവർ വന്ന് ഇവരുടെ കയ്യിലൊരു നൊവേന പുസ്തകം എടുത്തിട്ട് ഇവർ ഡോയിഷിൽ, അതായത് ജർമ്മൻ ഭാഷയിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പക്ഷേ എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഓർത്തു അവർ ജർമ്മൻകാരായിരിക്കും അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡുകാരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഞാൻ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ തൊട്ട് പുറകിൽ ഒരു അമ്മയും 2 കുട്ടികളും ഇരിപ്പുണ്ട്. ആ കുട്ടികൾ പറയുന്നത്, അമ്മ ഇവർ ഇംഗ്ലീഷ് അല്ലല്ലോ പറയുന്നത്, ഇവർ സ്പാനിഷ് ആണല്ലോ, ഇവർ പറയുന്ന ഭാഷ സ്പാനിഷ് ആണോ എന്താണെന്നൊക്കെ ചോദിച്ച് പിള്ളേരിങ്ങനെ പറയുക. അപ്പോൾ എനിക്ക് ഇവർ തിരിച്ചു വരുമ്പോൾ ഇവർ ഏത് രാജ്യക്കാരാണെന്ന് ചോദിക്കണം എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിയിട്ട് ഞാനത് വേണ്ടാന്ന് വെച്ചിരിക്കുമ്പോൾ ഈ അമ്മയോട് ഈ ഇളയ കൊച്ചു ചോദിക്കുകയാണ്, അമ്മ ഇവർ ഏത് രാജ്യക്കാരാണ്? അപ്പോൾ അമ്മ പറയാ, നീ ചോദിക്കടാന്ന് പറയുന്നു. ഈ ആളുകൾ ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോൾ ഈ കൊച്ച് ഇവരിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ചാടി ഏറ്റിട്ട് അതിലൊരു ലേഡിയോട്, ആൻറ്റി വേർ ആർ യു ഫ്രം എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് ഈ ലേഡി ഇങ്ങനെ കൊച്ചിനെ എടുത്ത് നോക്കിക്കൊണ്ട് പറയുന്നത് ഓസ്ട്രിയ എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കൊന്ത ചൊല്ലി പൂർത്തിയാക്കുകയാണ്. കൊന്ത ചൊല്ലിയിട്ട് ഇറങ്ങുമ്പോൾ പള്ളിയുടെ മണ്ഡലത്തിന് ചുറ്റും ഇവർ നിൽപ്പുണ്ട്. അപ്പം ഞാൻ ഈ അച്ഛനാണെന്ന് തോന്നിച്ച വ്യക്തിയോട് ചെന്ന് ചോദിച്ചു, അച്ഛനാണോ എന്ന് ചോദിച്ചാൽ അതേന്ന് പറയുന്നത്, ഞാൻ ഇവരുടെ ഇടവകയിലെ പ്രീസ്റ്റാണെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്, ഇങ്ങനെ ഒരു വിസയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇങ്ങനെ കണ്ടേ. ഞാൻ അതുകൊണ്ട് പറഞ്ഞത് അച്ഛനോടെന്ന് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞത്, മോനെ നീ പോകരുതെന്ന് എന്നെ അവിടെ നിർത്തിയിട്ട് ഈ ആളുകളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഈ കാര്യം പറയുകയാണ്. അപ്പോൾ ഇവരെന്നോട് ചോദിച്ചു, നിൻ്റെ വൈഫ് എവിടെ ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ ഗ്രാഫൻവോർത്ത് എന്ന സ്ഥലത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ആരവം ഉണ്ടാകും. കാരണം അവരുടെ പ്രദേശമായിരുന്നു, അവർക്ക് താമസിക്കുന്ന പ്രാന്തപ്രദേശങ്ങളിലായിരുന്നു ഈ സ്ഥലം. അത് വളരെ സന്തോഷമായി. ഞാൻ അച്ഛനോട് ചോദിക്കുന്നത്, എൻ്റെ ഒരു ഫോട്ടോ ഇവരോട് നിന്ന് എടുക്കാമെന്ന് ചോദിച്ചു. അച്ഛൻ്റെ ഫോണിൽ അവരുടെ കൂടെ ഞാൻ നിൽക്കുന്ന ഫോട്ടോ എടുത്തിട്ട് എൻ്റെ നമ്പർ മേടിച്ച് 2 ദിവസങ്ങൾക്ക് ശേഷം എനിക്കത് അയച്ചു തരികയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് ഇത് വലിയ സന്തോഷത്തോടെ പറയുന്നു, മക്കളോട് പറയുന്നു. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ മോൾക്ക് അവിടെ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് പറഞ്ഞതിനകത്ത്. ഞങ്ങൾ പോയി ഇവളെ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ വീണ്ടും പള്ളിയിൽ കയറിയപ്പോൾ ഇവളോട് പറയും, ഇന്നും നമ്മൾ ജർമ്മൻകാരെ ആരെങ്കിലും കണ്ടാൽ മാതാവ് നമുക്ക് ഇത് തരുമെന്ന് നീ ഉറപ്പിച്ചോ കേട്ടോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പള്ളിയിലോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ നടക്കുന്ന അൾത്താരയിൽ ജർമ്മൻ ഭാഷയിൽ കുർബാന നടക്കുകയാണ്. പള്ളിയിൽ നിൽക്കുന്ന മുഴുവൻ ജർമ്മൻകാരാണ്. ഞാനതിൻ്റെ വീഡിയോ എടുത്തു വെച്ചു. അത് കഴിഞ്ഞിട്ട് വളരെ സന്തോഷമായി തിരിച്ചു പോകുന്നു. പിന്നെ ഞാൻ കാണുന്ന ആളുകളോടല്ല ഇത് പറയാൻ തുടങ്ങി, എനിക്കിങ്ങനെ വലിയ ദൈവാനുഭവം ഉണ്ടായെന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് കൂടുതലും അവിശ്വാസികളോടാണ്. അവരുടെ വായടയ്ക്കാൻ വേണ്ടിയൊക്കെ ഇത് പറയുന്നത്. അവരങ്ങനെ അന്നേരം കേട്ട് അന്തം വിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ്
കൃത്യം 17 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് അവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്, അതിനുവേണ്ടി ജോലി ചെയ്യുന്നിടത്തു നിന്ന് ഒരു 300 കിലോമീറ്റർ ദൂരെ ഗ്രാഡ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന 8 കിലോമീറ്റർ അകലെയുള്ള വീട്ടിൽ ഒരു 4 ലെറ്ററുകൾ വന്ന് കിടക്കുകയാണ്. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിനോട് പറഞ്ഞ് ആൾ പോയി ആ ലെറ്റർ എടുത്തുകൊണ്ട് വരുന്നു. ഇത് 4 ലെറ്റർ ഉണ്ടെന്ന് വിളിച്ച് പറഞ്ഞു. പക്ഷിട്ട് പിന്നീട് ഇതിൻ്റെ രാത്രിയായിട്ടൊന്നും റിപ്ലൈ വരുന്നില്ല. അപ്പോൾ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു ആൾ വിളിച്ചില്ലല്ലോ, ഇതെന്താണെന്നൊക്കെ ചോദിക്കുന്നു. ഏകദേശം ഇവിടെ ഒരു മണി ആകാറായപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വേണമാണ്. ഞാൻ ഫോൺ എടുത്തപ്പോൾ ചേട്ടാ ഉറങ്ങിയോന്ന് ചോദിച്ചില്ല. അപ്പോൾ പറഞ്ഞു ചേട്ടാ ഞാൻ ചേച്ചിയെ വിളിച്ചില്ല, ചേട്ടാ നിങ്ങളുടെ വിസ 4 പേരുടേതും ഇവിടുത്തെ ഗവൺമെൻറ് റിജക്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയുന്നത്. ഞാനിങ്ങനെ ഭൂമി പിളർന്ന് താഴെ പോകുന്ന പോലെ ആയിപ്പോയി. എൻ്റെ മക്കൾ സ്കൂളിൽ ചെന്ന് ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് വിസ മേടിക്കുമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ഇവർ ഉറങ്ങിയില്ലായിരുന്നു സാർ. അപ്പോൾ അവർ കേൾക്കുന്നു, അയ്യോ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും പപ്പ എന്ന് ചോദിക്കുന്നു. ഞാൻ അപ്പനും അമ്മയും അപ്പുറത്തെ മുറി കിടപ്പുണ്ട്, അവരോട് ചെന്ന് പറഞ്ഞു എൻ്റെ വിസയുടെ റിപ്ലൈ വന്നു, എനിക്ക് വിസ കിട്ടിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. അവർ ആകെ ഞെട്ടിപ്പോകുന്നു. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞു, ചുമ്മാ ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു അത് മാതാവ് തന്നോളൂ എന്ന് എന്നോട് പറയുന്നു. അപ്പോൾ ഈ ആൾ എനിക്ക് ഇതിൻ്റെ PDF ആയിട്ട് ഈ റിജക്റ്റ് ചെയ്ത ലെറ്റർ ഈ ബഷീദ് എനിക്ക് അയച്ചു തരികയാണ്. ഞാനത് വായിച്ച് നോക്കിയിട്ട് മമ്മിയോട് പറയും, മമ്മി ഇത് ഇവിടുത്തെ ചീഫ് സെക്രട്ടറിയുടെ ഓർഡിനൻസ് പോലെ അവിടുന്ന് അയച്ച സാധനമാണ്, ഇതെങ്ങനെ കിട്ടാനാണെന്ന് ചോദിക്കുന്നു. പിന്നെ അന്നേരം മമ്മി പറയും അതൊക്കെ കിട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു സ്പാർക്ക് ഉണ്ടാകുന്നു. എനിവേ ഞാനത് കഴിഞ്ഞ് അതൊക്കെ വായിച്ച് നോക്കുമ്പോൾ അതിലെഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് അന്ന് എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിലേക്ക് ബാങ്ക് കൊടുത്ത ഓടി അവരതൊരു കടമായിട്ട് കൂട്ടി. എന്നിട്ട് എഴുതി നിങ്ങൾക്ക് -8,000 നിങ്ങൾക്ക് കടവാണ്, അതുകൊണ്ട് നിങ്ങൾ പെർ മന്ത് 700 യൂറോ വെച്ച് കുറയ്ക്കുമ്പോൾ നിൻ്റെ സാലറിയിൽ നിന്ന് അത്രയും പൈസ കുറയ്ക്കുന്നതുകൊണ്ട് അവിടെ ഒരു റിച്ച് സാറ്റ്സ് എന്ന് പറഞ്ഞൊരു പറയുന്നുണ്ട്, അത് വരുമാന പരിധി, അത് നിങ്ങൾക്ക് തികയുന്നില്ല. 5 അംഗ കുടുംബത്തിന് താമസിക്കാനുള്ള വരുമാനം നിങ്ങൾക്ക് കിട്ടുന്നില്ല. മാത്രമല്ല നിങ്ങളുടെ ഒരു സുക്കൻ പ്രോഗ്നോസിസ്, അതായത് ഭാവി വരുമാനം കണക്ക് കൂട്ടുക, ഇങ്ങനെ ഫാമിലിയെ ഒരുമിപ്പിക്കും റീയൂണിഫിക്കേഷന്. പക്ഷേ അത് നിങ്ങളുടെ ഭർത്താവിന് ജോലി കിട്ടുമെന്ന് ഒരു സാധ്യതയുമില്ല. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇവിടുത്തെ രാജ്യത്തിന് ബാധ്യതയാകുന്നുണ്ട് നിങ്ങളുടെ വിസ റിജക്റ്റ് ചെയ്യണം. പക്ഷേ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് അപ്പീൽ തരാം. ഈ വിസ റിജക്റ്റ് ചെയ്ത തോമസ് ബിൻഡർ എന്ന് പറഞ്ഞ ഓഫീസർക്ക് തന്നെ ആണ് ഞാൻ അപ്പീൽ കൊടുക്കേണ്ടത്. അപ്പീൽ കൊടുക്കാം. ആ അപ്പീലിൽ ഞങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങൾ തെറ്റാണെന്ന് നീ തെളിയിക്കണം. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു വചനം, ഞാൻ ഈ ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം വായിക്കുകയാണ്. അതിൽ 1-ാം അധ്യായം 5-ാം വാക്യമുണ്ട്, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ ഇടയിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. പക്ഷേ എന്നെ ആകർഷിച്ച ആ വചനം അതൊന്നുമല്ലായിരുന്നു. ഞാൻ വായിക്കുമ്പോഴല്ല എന്നെ ആകർഷിക്കുന്ന വചനം 3-ാം അധ്യായം 17-ാം വാക്യം, അത്തിമരം പൂക്കുന്നില്ലെങ്കിലും മുന്തിരികൾ ഫലങ്ങൾ നൽകിയില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും വയലുകളിൽ വിളകളില്ലാതായാലും ആലയിൽ നിന്ന് ആട്ടിൻതൊഴുത്തിൽ നിന്ന് ആട്ടിൻപറ്റം ഇല്ലാതായാലും കാലിത്തൊഴുത്തിൽ നിന്ന് കാലികളില്ലാതായാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. ദൈവമായ കർത്താവാണ് എൻ്റെ ബലം. കളമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകുന്നു, ഉന്നതങ്ങളിൽ എന്നെ നടത്തുന്നു. ഗായക തന്ത്രി നേതാവിന്, ബാക്കി ഞാൻ മറന്നുപോയി, അങ്ങനെ ഒരു വചനം, അത് ഞാൻ ഇങ്ങനെ ഉരുവിട്ടു. പെട്ടെന്ന് ഞാൻ എൻ്റെ കർത്താവിനെ എന്ത് ചെയ്താലും വിടുകയില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് പിന്നീട് അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് പരിശുദ്ധാത്മാവ് ചില ബോധ്യങ്ങൾ ഉണ്ടാക്കി തരികയാണ്. ഞാൻ ഇവിടെ വന്ന് അഹങ്കരിച്ചിരുന്നു, ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ്, ഇവിടെ കാണിക്കുന്നതൊക്കെ ചുമ്മാ കുറേ വേലപ്രവർത്തികളാണെന്ന് തോന്നിയ എന്നോട് എനിക്ക് പെട്ടെന്ന് ഒരു ബോധ്യം ഉണ്ടാകണം. ഈശോ ഒരു അന്ധൻ്റെ കണ്ണുകളിൽ ചെളി പൂശി, തുപ്പൽ കൊണ്ട് ചെളി ഉണ്ടാക്കി ചെളി പൂശിയിട്ട് കണ്ണ് കാണാത്ത അയാളോട് പറയും നീ പോയി ശീലോക കുളത്തിൽ കഴുകുക. ആ അന്ധൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നേ പറഞ്ഞെന്നെ കർത്താവെ ഇതുകൂട്ട് കണ്ണിച്ചോറയില്ലാത്ത പരിപാടി കാണിക്കരുത്, കണ്ണ് കാണാതെ ഞാൻ വന്നപ്പോൾ എന്നെ എന്തിനാണ് നീ ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ അയാൾ ശീലോക കുളത്തിൽ പോയി കഴുകുകയാണ്. അങ്ങനെ ചില നടപടിക്രമങ്ങളുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെടുകയാണ്. പിന്നീട് ഞാൻ വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സ്നാപയോഹനനിലൂടെ ഒരു വചനം വെളിപ്പെടുത്തി തരികയാണ്. നിങ്ങൾക്ക് പിതാവായ അബ്രാഹം ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഹങ്കരിക്കേണ്ട, ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്തതികളെ ഉണ്ടാകാൻ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾ കരുതിക്കൊള്ളുവിൻ. അതുകൊണ്ട് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ, അല്ലാത്ത പക്ഷം ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ആ നിമിഷം എനിക്ക് മനസ്സിലായി ഞാൻ സത്യക്രിസ്ത്യാനിയാണ് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ചിരുന്നത് വെറുതെയാണ്. പിന്നീട് എൻ്റെ ഒരു വചനം എനിക്ക് പൗലോസ്ലീഹ പറയുന്ന വചനം, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നവരാണ് ദൈവമെന്ന് എനിക്കും ബോധ്യപ്പെടുകയാണ്. പരിശുദ്ധ അമ്മ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ആളാണെന്ന് മനസ്സിലാകുന്നു. എനിക്കപ്പോൾ മനസ്സിലായി ഈ കൃപാസനം പരിശുദ്ധാത്മാവിൻ്റെ ഒരു വിദ്യാലയമാണ്. ഇവിടെ വരുന്നവർക്ക്
പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിന് അടുത്ത് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് വരുന്നത്. പരിശുദ്ധ അമ്മ അടുത്ത് വരുന്നവർക്ക്, അല്ലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ചെല്ലുന്നവർക്കൊരു പ്രത്യേകതയുണ്ട്, അവർ പരിശുദ്ധാത്മാവിനാൽ നിറയും. അതുകൊണ്ടാണ് ഏലീശ പുണ്യവതിയുടെ അടുക്കലേക്ക് പരിശുദ്ധ അമ്മ ചെന്നപ്പോൾ ഏലീശ പുണ്യവതി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത്, ഉദരത്തിൽ കിടന്ന ശിശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത്. അങ്ങനെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാൻ ഭാഗ്യമുണ്ടായത് എങ്ങനെയെന്ന് എലീശ ചോദിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ സെഹിയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥനാ നിരതരായിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്ത്രീകന്മാരുടെയും മേലാണ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നത്. അപ്പോൾ എനിക്കൊരു ബോധ്യം ഉണ്ടാവുകയാണ്, എൻ്റെ അഹങ്കാരം അവിടെ തണുക്കുകയാണ്. മാതാവ് എന്നെ എളിമപ്പെടുത്തുന്നു, മാതാവിൻ്റെ ഏറ്റവും വലിയ പുണ്യമായ എളിമ എന്നെ ശീലിപ്പിക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ വിഷമഘട്ടത്തിൽ ഞങ്ങളുടെ നാട്ടിൽ കുരിശിൻ്റെ വഴി കൂടെയാണ്, ഞങ്ങളുടെ അടുത്തുള്ള വല്ലിച്ചൻമലയിൽ കുരിശിൻ്റെ വഴി കൂടുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ വിഷമങ്ങൾ ഈശോയുടെ മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ എനിക്ക് ഈശോ കുരിശിൽ തറയ്ക്കുമ്പോൾ ദൈവപിതാവിനുണ്ടായ വേദന, പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ വേദനയൊക്കെ ഇങ്ങനെ ബോധ്യമാവുകയാണ്. അതുവരെ ഈശോയുടെ ഇടത്ത് വശത്ത് കിടന്ന കള്ളൻ്റെ മനോഭാവത്തോടു കൂടിയായിരുന്നു ഞാൻ. അതായത് എപ്പോഴെങ്കിലും ഈശോ എന്നെ രക്ഷിക്കുമെന്നുള്ള ബോധ്യത്തോടു കൂടി നടന്ന ഞാൻ അന്ന് ആ കുരിശിൻ്റെ വഴി പൂർത്തിയാക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ ഈശോ ആദ്യമായി സ്വർഗത്തിലേക്ക് വിളിച്ച, പറുദീസയിലേക്ക് വിളിച്ച വലതുവശത്തെ കള്ളൻ്റെ മനോഭാവത്തിലേക്ക് എത്തുന്നു. ഞാൻ കർത്താവിനോട് പറയുന്നത്, കർത്താവെ ഞാൻ പാപിയാണ്, എൻ്റെ പാപങ്ങളും ഞാൻ പാപിയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടാകുന്നു. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ഈശോയെ നിന്നെ കുരിശിൽ തറച്ച് കൊന്ന് ഇവിടെ ഈ കല്ലറയിൽ കൊണ്ട് അടക്കി മുദ്ര വെച്ചിട്ട് ആളുകളെല്ലാം പോയി. അതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനുഷ്യൻ ചെയ്ത് അവസാനിച്ചിടത്താണ് ദൈവമേ അങ്ങ് പ്രവർത്തിച്ചു തുടങ്ങിയത്. എൻ്റെ ഈ പ്രശ്നങ്ങളും ഞാനിപ്പോൾ ആകെ നാണം കെട്ടി നിൽക്കുകയാണ്. അതിനിടയ്ക്ക് പലയിടത്തുനിന്നും ചില കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടതായി വന്നു. ഞാൻ എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാനിത് ചെയ്തതാണെന്നുള്ള ഇതെല്ലാം ഞാൻ ഈശോയുടെ കല്ലറയിലേക്ക് സമർപ്പിച്ചു. ആ നിമിഷം എനിക്ക് മനസ്സിലായി, കർത്താവ് പറയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരും, എന്നിൽ വിശ്വസിക്കുന്നത് ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന്. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവിൻ്റെ ഈ കബറിടം വിജയം വിരിഞ്ഞൊഴുകുന്ന ജീവൻ്റെ ഉറവയാണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് മുതൽ ഞാൻ ആത്മാർത്ഥമായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. ആ സമയം കൊണ്ട് എനിക്ക് ഈ വിസ നഷ്ടപ്പെട്ടതും എനിക്ക് പൈസ നഷ്ടപ്പെട്ടതും ഒക്കെ ഞാൻ മറന്നുപോയി, എൻ്റെ നിയോഗങ്ങൾ പോലും മറന്നുപോയി. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും നിലനിൽക്കാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. അങ്ങനെ വിശുദ്ധ പൗലോസ്ലീഹായുടെ വചനം, നമ്മെ സ്നേഹിക്കുന്നവരിലൂടെ ഈ കാര്യങ്ങളിലെല്ലാം പൂർണ്ണ വിജയം കൈവരിക്കാൻ നമുക്ക് കഴിയുമെന്ന് എനിക്ക് ബോധ്യം വരുന്നു. ഞാൻ വീട്ടിൽ വന്നിരുന്നു, വൈഫിന് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ ഞങ്ങളൊരു ശീലം ശീലിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവൾ വിദേശത്ത് പോയി കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ ഫോണിൽ വിളിക്കുമ്പോൾ എങ്ങനെ നമ്മൾ കുരിശ് വരയ്ക്കും, കുടുംബ പ്രാർത്ഥന ചെല്ലുമെന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിനൊരു ഓപ്ഷൻ കണ്ടെത്തി. ഫോണിൽ വിളിക്കുമ്പോൾ ഞങ്ങൾ വാട്സാപ്പിലൂടെ ഒരു മണിക്കൂറോളം കൊന്ത ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും രാത്രിയിലിരുന്ന്. അങ്ങനെ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ദാനിയേലിൻ്റെ പുസ്തകം എടുക്കുന്നു. അതിൽ തീച്ചുളയിൽ അകപ്പെട്ട 3 യുവാക്കൾ ദൈവത്തെ സ്തുതിക്കുന്ന ആ പ്രാർത്ഥന ഞങ്ങൾ ഭയങ്കര അഭിഷേകത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ടാകുന്നു. പിറ്റേ ദിവസം രാത്രിയിൽ കൊന്ത ചൊല്ലിയൊക്കെ കഴിഞ്ഞ് ഞാൻ രാത്രി 1 മണി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പറയുകയാണ്, നീ ഇതിന് അപ്പീൽ കൊടുക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് എങ്ങനെ കൊടുക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം എനിക്ക് എൻ്റെ നാട്ടിൽ ഒരു മുനിസിപ്പൽ കോർട്ടിൽ കൊണ്ട് ഒരു ഹർജി കൊടുക്കാൻ അറിയത്തില്ലാത്ത ആൾ, എനിക്കറിയത്തില്ലാത്തൊരു രാജ്യം, അറിയത്തില്ലാത്തൊരു സംസ്കാരം, അറിയാൻ മേലാത്ത ഒരു സിവിൽ കോഡ്, ഇതെല്ലാം ഉള്ളിടത്ത് ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യാനാണ്, അപ്പീൽ കൊടുക്കാനാണ്. പക്ഷേ ഞാൻ അവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് ഞാനൊരു മെയിൽ, എൻ്റെ വൈഫിൻ്റെ മെയിലിലേക്ക് ഞാനൊരു മെയിൽ അയക്കുകയാണ്. ഞാൻ വൈഫ് എഴുതുന്നതായിട്ട്, എൻ്റെ കുട്ടി 7 വയസ്സുള്ള കുട്ടിക്ക് അമ്മയെ പിരിഞ്ഞിരിക്കുന്നൊരു വിഷമമുണ്ട്. മാത്രമല്ല എൻ്റെ ഭർത്താവ് എന്നെ ബസ് ചെയ്തുകൊണ്ട്, ആൾ നേഴ്സായിരുന്നു. അത് ഞങ്ങൾ ഓസ്ട്രിയൻ എംബസിയിൽ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭാവി വരുമാനം കിട്ടാൻ സാധ്യതയുണ്ട്. ദയവായി ഭർത്താവിനെയും കുട്ടീനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ കനിയണം എന്നും പറഞ്ഞ് ഈ പറഞ്ഞ തോമസ് വിൻഡർ എന്ന് പറഞ്ഞ ആൾക്കൊരു അപ്ലൈ ചെയ്യുകയാണ്, അപേക്ഷിക്കുകയാണ്. ഞാൻ മെയിൽ അയച്ച് വൈഫ് അത് അവളുടെ ഫോണിൽ നിന്ന് അവളുടെ മെയിലിൽ നിന്ന് ഫോർവേഡ് ചെയ്ത് അങ്ങോട്ട് അയക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റിപ്ലൈ വരികയാണ്. ഇങ്ങനെയാണ് റിപ്ലൈ വരുന്നത്, ഈ കാര്യത്തിൽ എനിക്കൊരു തീരുമാനമെടുക്കാൻ, അതായത് ബെഹോഡയ്ക്ക് അവിടുത്തെ അതോറിറ്റിക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മോനും എനിക്കും വേണ്ടി മാത്രം അപേക്ഷ ചെയ്തത് അവർ തിരിച്ചയച്ചിരിക്കുകയാണ്. നിങ്ങളുടെ 3 കുട്ടികളുടെയും കേസ്, അതായത് ഞങ്ങളുടെ 4 പേരുടെയും കൂടി കേസ് അവിടുത്തെ ലാൻഡസ് പ്രഭാഗവും ഗറിഷ്, അതായത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയിലേക്ക്, നമ്മുടെ ഇവിടുത്തെ ഹൈക്കോർട്ട് പോലെയുള്ള കോടതിയിലേക്ക് ഈ കേസ് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യണം എല്ലാ രേഖകളോടും കൂടി ഇന്ന്. അതുകൊണ്ടുമ്പോൾ ഞാൻ പേടിച്ചു പോയി. കാരണം നമുക്ക് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, ഒരു ആക്സസ് ഇല്ല അങ്ങോട്ട് പോകാൻ കോടതിയിലേക്ക്. എന്നിട്ട് ഇതിന് അടിയിൽ ഇവർ കോടതിയുടെ അഡ്രസ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഇമെയിൽ അഡ്രസ്സ് ഇല്ല. ഞാനിങ്ങനെ ഇരിക്കുന്നു. ഞാൻ അന്നേരം എനിക്കറിയാവുന്ന 1-2 അച്ഛന്മാരോടും സുഹൃത്തുക്കളോടും ഒക്കെ ഈ കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അതൊരു 99.9% കിട്ടാൻ സാധ്യത കുറവാണ്. മാത്രമല്ല അവിടെ ഒരു അഡ്വക്കേറ്റിനെ വെക്കണമെങ്കിൽ പെർ അവർ 300 യൂറോ വെച്ച് കൊടുക്കണം, അതായത് 30,000 യൂറോ. ഇതിൻ്റെ പ്രോസസ്സ് ഒരു 6-7 മാസങ്ങളോളം, ചിലപ്പം വർഷങ്ങളോളം നീണ്ടുപോകാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വിസ കിട്ടുള്ളൂ. നിങ്ങൾ ഇത് ക്യാൻസൽ ചെയ്തിട്ട് പിന്നീട് അടുത്ത കൊല്ലം എങ്ങാനും നീ B2 ഒക്കെ എഴുതിയിട്ട് അപ്ലൈ ചെയ്താൽ മതി എന്ന് പറയുന്നു.
ഞാൻ ഒന്നും പറയുന്നില്ല. പിറ്റേ ദിവസം വീണ്ടും എന്നോട് ആരോ പറയണം, ഈ കോടതിയിൽ അഡ്രസ്സ് കിട്ടില്ല, അതിലേക്ക് നീ ഒരു മെയിൽ പോസ്റ്റൽ ലെറ്റർ അയക്കുക. ഞാൻ അന്നേരം അവിടെ ഇരുന്നപ്പോൾ എനിക്ക് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല, എനിക്കറിയത്തില്ലാത്ത നിയമവശങ്ങൾ എന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നു. ഞാൻ ChatGPT നോക്കിയാണെങ്കിലും ഇതൊക്കെ കണ്ട് പഠിച്ചിട്ട് ഞാൻ എൻ്റേതായ ന്യായവാദങ്ങളിലൂടെ ആരോ എനിക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഞാൻ മെയിലിൽ ഡ്രാഫ്റ്റ് ചെയ്ത് വൈഫിന് അയച്ചു കൊടുക്കുന്നു. അവളത് പോസ്റ്റൽ ലെറ്ററായിട്ട് കോടതിക്ക് അയക്കുന്നു. അത് കഴിഞ്ഞ് ഏതാണ്ടൊരു മാർച്ച് 17 കഴിഞ്ഞ് ഏപ്രിൽ 27-ാം തീയതി ആകുമ്പോൾ കോടതിയിൽ നിന്നൊരു ലെറ്റർ വരികയാണ്, നിങ്ങളുടെ 4 പേരുടെയും കൂടെ കേസ് നടത്താനായിട്ട് ഒരു ഫീസ് അടയ്ക്കണം. ഞങ്ങളങ്ങനെ അത് അടയ്ക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ട് ആരുടെയും സഹായമില്ലാതെ ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ സഹായത്തോടു കൂടി മാത്രം ഞങ്ങൾ അയക്കുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ നേർച്ച വസ്തുക്കളിൽ നിന്നും വിശ്വാസമില്ലെന്ന് പറഞ്ഞില്ലേ, ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ അയക്കുന്ന മെയിലിലെല്ലാം വിശുദ്ധ ഉപ്പ് ഇട്ടുകൊണ്ടാണ് വൈഫ് അത് അയച്ചത് കോടതിയിലേക്ക്. എനിവേ അത് കഴിഞ്ഞ് ജൂൺ 11-ാം തീയതി ഞങ്ങൾക്കൊരു ലെറ്റർ വരികയാണ് കോടതിയിൽ നിന്ന്, നിങ്ങളുടെ കേസ് കോടതി പരിഗണിക്കാൻ പോകണം, അതിന് അതായത് ഹിയറിങ്ങിനായി നീ കോടതിയിൽ ഹാജരാകണം. എൻ്റെ വൈഫിനോട്. വൈഫ് പേടിച്ചു പോയി, കാരണം അവൾ ഒറ്റയ്ക്ക് പോയി, അവൾക്ക് കൃത്യമായ ലാംഗ്വേജ് ഒന്നും അറിയത്തില്ല. പക്ഷേ അതിനകത്തൊരു ഓപ്ഷൻ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾക്കൊരു ഡോൾമെസ്റ്ററെ, അത് ഒരു ഇൻ്റർപ്രറ്ററെ വെക്കാം, അത് വേണമെങ്കിൽ കോടതിയോട് നിങ്ങൾ അപേക്ഷിക്കണം, കോടതി ഒരാളെ കണ്ടെത്തി തരും, കോടതിയാണ് തരുന്നത്, നമുക്ക് ആരെയും കൊണ്ടുപോകത്തില്ല. ഇനി ഞങ്ങളങ്ങനെ ആളെ വേണമെന്ന് പറഞ്ഞ് ഒരു മലയാളം ദ്വിഭാഷിയെ വേണമെന്ന് പറഞ്ഞ് മെയിൽ അയക്കുന്നു. പെട്ടെന്ന് വീണ്ടും റിപ്ലൈ വരുന്നു, ഞങ്ങളിവിടെ ഓസ്ട്രേലിയയിൽ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരാളെ കിട്ടുന്നില്ല. കോടതിയുടെ ജസ്റ്റിസ് മാഗ് ഹോൾട്ട് എന്ന് പറഞ്ഞൊരു ലേഡിയാണ് ജഡ്ജി, അവരാണ് ലെറ്റർ അയക്കുന്നത്. ഇങ്ങനെ ഒരാളെ കിട്ടിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ തമിഴ് ഇൻ്റർപ്രറ്ററെ തരാം. അപ്പോൾ ഞങ്ങൾ വീണ്ടും അയക്കുകയാണ്, അത് കിട്ടിയിട്ട് ഞങ്ങൾക്ക് കാര്യമില്ല, ഞങ്ങളുടെ മാതൃഭാഷയിൽ തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ, അതുകൊണ്ട് ഒരാളെ വേണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് AI ആപ്പുകളായ ChatGPTയോ അല്ലെങ്കിൽ മെറ്റയോ ഗൂഗിൾ ട്രാൻസ്ലേഷനോ ഉപയോഗിക്കാൻ അനുവാദം തരണം. വീണ്ടും പിറ്റേ ദിവസം റിപ്ലൈ വരുന്നു, അത് സാധിക്കില്ല എന്ന് പറഞ്ഞ് റിപ്ലൈ വരുന്നു. അപ്പോൾ അതായത് ജൂലൈ 7-ാം തീയതി ഹിയറിങ്ങിന് വിളിച്ചേക്കാം, ജൂലൈ 4-ന് വരും, അങ്ങനെ സാധിക്കില്ല. പക്ഷേ നിങ്ങൾക്കൊരു ഓപ്ഷൻ തരാം, നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരാളെ നിങ്ങളുടെ ഇൻ്റർപ്രറ്ററായി നിങ്ങൾക്ക് കോടതിയിൽ കൊണ്ടുവരാം. അപ്പോഴാണ് ഞാൻ എൻ്റെ സഹോദരൻ അവിടെയുണ്ട്, അവരോടൊക്കെ ഈ കാര്യം പറയുന്നത്. എൻ്റെ അനിയനെ വിളിച്ച് ഞാൻ പറയുകയാണ്, എടാ ഇങ്ങനെ ഒരു കേസുണ്ട്, നിൻ്റെ പേര് ഞാൻ വെക്കുകയാണ്. പെട്ടെന്ന് അവൻ പറഞ്ഞു, വേണ്ട ചേട്ടാ, എനിക്ക് ഇവിടുത്തെ നിയമവശങ്ങളൊന്നും അറിയത്തില്ല. അവൻ അവിടുന്ന് ഒരു 400 കിലോമീറ്റർ അകലെയാണ്, ഫൊറാൽബർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ്, അവിടുന്ന് വരികയും ചെയ്യണം. എനിക്ക് അവിടെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവരെ ആരെങ്കിലും പറയാം, അല്ലെ ഏതെങ്കിലും അഡ്വക്കേറ്റിനെ റെഡിയാക്കി തരാമെന്ന് പറയുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു അത് വേണ്ട എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു അത് വേണ്ട, എൻ്റെ സ്ഥാനത്ത് നീയാണ്, ദൈവം നിന്നെ കൊണ്ട് നിർത്താൻ തീരുമാനിച്ചു, നീ തന്നെ പോയാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ അവൻ പോവുകയാണ്. നീ ഒന്നും പറയേണ്ടി വരുമല്ലോ, കാര്യങ്ങളെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്, ആ ജഡ്ജിക്ക് അറിയാം എന്ന് പറഞ്ഞ് ആൾ അങ്ങോട്ട് പോവുകയാണ്. അന്ന് ജൂലൈ 7-ാം തീയതി പോകുന്നു. ഞാൻ അന്ന് രാവിലെ ബസ്സിൽ കയറി കൃപാസനത്തിലോട്ട് വരികയാണ്. ഞാൻ ഇരുന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടാണ് വരുന്നത്. തണ്ണീർമുക്കം ബണ്ട് എത്തിയപ്പോൾ നിങ്ങൾക്കറിയാം അവിടെയുള്ള സ്മെല്ലുകൾ എങ്ങനെയാണെന്ന്. പക്ഷെ അവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര റോസാപ്പൂവിൻ്റെ ഗന്ധം കിട്ടുകയാണ്. ഞാൻ അവിടുത്തെ ബസ്സിൽ കയറി ആരെങ്കിലും സ്പ്രേ അടിച്ചുകൊണ്ട് വന്നാന്നോടത്ത് ഞാൻ കൊന്ത ചെല്ലുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ഫ്രാഗ്രൻസിൻ്റെ ഇത് പവർ കൂടി വരുന്ന കണ്ടപ്പോൾ എനിക്ക് ബോധ്യം ഇത് അമ്മയുടെ സാന്നിധ്യമാണെന്ന്. ഞാൻ എൻ്റെ വൈഫിന് മെസ്സേജ്, അവർ കോടതി വരാൻ തന്നെ നിൽക്കുകയാണ്, എടീ മാതാവ് കൂടെ ഉണ്ട്, നീ ധൈര്യമായിട്ടിരുന്നു, അപ്പം നീ മാതാവിനെ കോടതിയിലോട്ട് വിളിച്ചാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ അവൾ മാതാവിനെ അവളുടെ ജീവിതത്തിൽ അവൾ ഒറ്റയ്ക്ക് പോയയിടത്തെല്ലാം മാതാവിൻ്റെ സഹായം അവിടെ വന്നത് അവൾ വന്ന് സാക്ഷ്യം പറയും. അതുകൂടി പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. എനിവേ ഞാൻ അങ്ങനെ പറയുന്നു. എന്നിട്ടും എനിക്കൊരു വിശ്വാസക്കുറവുണ്ട്. ഞാൻ ചേർത്തല വന്ന് ബസ് ഇറങ്ങി ആലപ്പുഴയ്ക്കുള്ള ബസ്സിൽ കയറിയിരുന്നപ്പോൾ വീണ്ടും സുഗന്ധം. ഞാനിവിടെ വന്ന് ഇറങ്ങി ഇവിടെ വന്ന് മുട്ടയെ കുത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഇവിടെ ജോസഫച്ചൻ എല്ലാവർക്കും തല കൈവച്ചൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന് ഒരാഴ്ച മുമ്പ് ഞാനിവിടെ വന്നപ്പം അച്ഛനെ കാണാൻ വന്നപ്പോൾ അച്ഛനില്ലായിരുന്നു. പിറ്റത്തെ എൻ്റെ ഈ പേപ്പറുകളെല്ലാം അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനായിട്ട് വരുമ്പോൾ ഇവിടെ ഇരുന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛന് തിരക്കാം, അച്ഛനിന്ന് വരുമല്ല, മാതാവിനോട് പോയി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങോട്ട് നടന്നപ്പോൾ എനിക്ക് തോന്നുന്നു ശരിയാണല്ലോ, മാതാവാണല്ലോ എന്നോട് പറഞ്ഞു, അച്ഛനോട് പറയണ്ട, മാതാവിനോട് പറഞ്ഞാൽ മതി. ഞാനങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് പോവുകയാണ്. അന്ന് വന്നപ്പോഴും ഞാനിവിടെ നിന്ന് കൊന്ത ചെല്ലുമ്പോൾ അച്ഛൻ ഇവിടെ ഉണ്ട്, ഭയങ്കര തിരക്കാണ്, ഞാൻ വന്നില്ല. ഞാൻ അവിടെ നിന്ന് ഫുൾ ടൈം കൊന്ത ചെല്ലുകയാണ്. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, ചേട്ടായി പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞ അനിയനാണ് വിളിക്കുന്നത്. അവർ കോടതി കയറി. അപ്പോൾ 1 മണിക്കൂർ ബ്രേക്ക് കൊടുത്തപ്പോൾ ജഡ്ജി പറഞ്ഞു, എൻ്റെ അക്കൗണ്ടിൽ പൈസ കിടപ്പുണ്ടല്ലോ, അതിൻ്റെ രേഖകൾ അയച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ എനിക്ക് അവിടെ നേഴ്സായിട്ട് ജോലി കിട്ടുമെന്നുള്ള എന്തെങ്കിലും ഒരു പേപ്പർ ഉണ്ടെങ്കിൽ ഇപ്പം വിസ തന്നേക്കാന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങി എന്നിട്ട് പറഞ്ഞു, അതൊന്നും ഇനി കൊടുക്കാൻ സമയമില്ലടാ, തമ്പുരാൻ തരുവാണെങ്കിൽ തന്നേച്ചാൽ മതി, ഉള്ളതുപോലെ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ജഡ്ജി ചോദിക്കുന്നു, എനിക്ക് ഈ ജൂലൈയിൽ അവധിയാണ്, ഓഗസ്റ്റിൽ ഞാൻ വരുള്ളൂ, ഓഗസ്റ്റിൽ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വിധി തന്നാൽ മതിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനിയൻ ചോദിച്ചു, വിധി എങ്ങനെയാണ്? നിങ്ങൾക്ക് അനുകൂലമാണെന്ന് പറയുന്നു, നിങ്ങൾക്ക് വിസ അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അനിയൻ അന്നേരം പെട്ടെന്ന് പറയുകയാണ്,
എന്നാൽ ഓഗസ്റ്റ് മതി എന്ന് പറഞ്ഞപ്പോൾ ജഡ്ജി പറഞ്ഞു, നീയല്ല പറയണ്ടേ, അവളോട് നിൽക്കുന്ന എൻ്റെ വൈഫിനോട് ചോദിക്കാൻ പറയും. അപ്പോൾ വൈഫിനോട് ചോദിച്ചു, അവൾ പെട്ടെന്ന് പറഞ്ഞു, ഇന്ന് തന്നെ വിധി കിട്ടിയ സന്തോഷമായിരുന്നു, കാരണം എൻ്റെ മോൻ അതറിഞ്ഞാൽ സന്തോഷമാകുമെന്ന് പറയുന്നു. അപ്പോൾ ആ ജഡ്ജി പറയാണ് സർ ഗുഡ് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു, 1 മണിക്കൂറിനുള്ളിൽ ഞാൻ വിധി വാചകം എഴുതി തരാമെന്ന് പറഞ്ഞ് അവരത് എഴുതി തരികയാണ്. എഴുതി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ 28 പേജുള്ള ഒരു വിധിപ്പകർപ്പ് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇത്രയും സാധനം അവരവിടെ 1 മണിക്കൂർ കൊണ്ട് വായിച്ച് കേൾപ്പിച്ചു. ഞാൻ അന്നേരമൊക്കെ ഇവിടെ മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കണേ. ഇടയ്ക്കിറങ്ങി അനിയനെ വിളിച്ചപ്പോൾ ഇവിടെ കോടതിയിൽ വിധി വായിച്ചുകൊണ്ടിരിക്കുക, പിന്നെ വിളിക്കാൻ പറയുന്നു. ഞാനിവിടെ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അനിയൻ പറഞ്ഞു, വിധി വന്നു, വിധിപ്പകർപ്പ് ജഡ്ജി വായിച്ചെന്നേ ഉള്ളൂ, പക്ഷേ ഒരു കാര്യം ജഡ്ജി പറഞ്ഞു, ജഡ്ജി വിധി പറഞ്ഞെന്നേ ഉള്ളൂ, അവിടുത്തെ ബഹോഡയ്ക്ക് അതോറിറ്റിക്ക് അപ്പീലിന് പോകാൻ അവകാശമുണ്ട്. 3 ആഴ്ചയ്ക്കുള്ളിൽ ചിലപ്പോൾ അവർ അപ്പീലിന് പോകും. 3 ആഴ്ച കഴിഞ്ഞ് അപ്പീലിന് പോയില്ലെങ്കിൽ ഈ വിധി നടപ്പാകും. എങ്ങനെയാണെങ്കിലും 3 ആഴ്ച കഴിഞ്ഞിട്ട് വിധിപ്പകർപ്പ് നമുക്ക് അയച്ചു തരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഞാനത് കേട്ട് ബസ്സിൽ കയറുന്നത് ഞാൻ പറഞ്ഞു, അതായത് സമയച്ചുരുക്കത്തിൻ്റെ ആളല്ലേ, നീ അത് ശരിയാക്കി തരുമല്ലേ എന്ന് ചുമ്മാ ഇങ്ങനെ മനസ്സിൽ പറയുന്നു. പിറ്റേ ദിവസം ഞാൻ അവിടെ എൻ്റെ വൈഫ് ഓസ്ട്രിയൻ ID എന്ന് പറഞ്ഞൊരു എടുത്തപ്പോൾ അതും എന്നെ മാതാവ് വെളിപ്പെടുത്തി തന്നതാണ്. അവിടെ മെയിൻ പോസ്റ്റ് സ്ക്രാബ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, നമ്മുടെ ഔദ്യോഗിക ലെറ്ററുകളെല്ലാം നമ്മുടെ മെയിലിലേക്ക് വരാനുള്ള ഒരു ആപ്ലിക്കേഷൻ. അത് ഞാൻ ഇവിടെ ഇരുന്ന് പരിചയക്കൊണ്ട് അത് ഡൗൺലോഡ് ചെയ്യിപ്പിച്ചായിരുന്നു. 2-ാം ദിവസം, അതായത് 3 ആഴ്ച കഴിയുമെന്ന് പറയുന്ന വിധിപ്പകർപ്പ് 2-ാം ദിവസം എൻ്റെ ഭാര്യയുടെ മൈൻ പോസ്റ്റ് സ്ക്രാബ് എന്ന ആപ്പിലേക്ക് വന്നതാണ് ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കുന്ന ഈ കാണിച്ച സംഭവം. സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് ഇടപെട്ട് ഞങ്ങൾക്കത് നേടിത്തന്നു. അപ്പോൾ എനിക്ക് വീണ്ടും സംശയം, ഇത് അതിൽ ലാസ്റ്റ് എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ വിധിപ്പകർപ്പ് വേണ്ട, അനിയനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ ഇനിയും ഈ സംഭവം ഞാൻ ഒന്നുകൂടി നിന്നെ വായിച്ച് കേൾപ്പിക്കണം, വേണമെന്ന് ചോദിക്കുമ്പോൾ അവൻ വേണ്ടാന്ന് പറയും ജഡ്ജിയോടുള്ള ഇത്. പക്ഷേ പുള്ളിക്കാരത്തേക്ക് തിരിഞ്ഞത് ഇത് വിധിപ്പകർപ്പ് വേണ്ടെന്ന്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചു, നിങ്ങൾക്ക് വിധിപ്പകർപ്പ് വേണ്ടാന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞ് ഇതിനകത്ത് എഴുതിയിരിക്കുകയാണ്, ഈ വിധി അന്തിമമാണ്, ഇതിനെതിരെ റിവിഷൻ പോകാൻ, ഇതിനകത്ത് ജഡ്ജി വാക്കാൽ പറഞ്ഞത് ഇത് റിവിഷൻ പോകാൻ പറ്റുന്നു. പക്ഷേ ഈ വിധിപ്പകർപ്പ് വന്നപ്പോൾ ഇതിൽ എഴുതിയിരിക്കുകയാണ്, ഇതിന് റിവിഷൻ പോകാൻ ബഹോഡയ്ക്ക് അനുവാദമില്ല, ഇത് അന്തിമ വിധിയാണെന്ന്. അത് മാതാവിൻ്റെ ഇടപെടലാണ്. മാതാവിനോട് ചോദിച്ച് അങ്ങനെ അത് ചെയ്തു തന്നു. അങ്ങനെ ജൂലൈ 7-ാം തീയതി ഹിയറിങ്ങിന് വിളിച്ചു. അങ്ങനെ ഇത് പെട്ടെന്ന് തന്നെ ഈ വിധി വന്നപ്പോൾ ഞാൻ ഓസ്ട്രിയൻ എംബസിലേക്ക് ഒരു ലെറ്റർ അയച്ചു, എനിക്കിങ്ങനെ കോടതിയിൽ നിന്ന് ഒരു വിധി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനു മുന്നേ അവിടുത്തെ ബഹോഡിൽ ഈ തോമസ് ബിൻഡർ എന്ന് പറഞ്ഞ വ്യക്തി, ഞാൻ അതിനിടയ്ക്ക് പള്ളിയിൽ 40-ാം വെള്ളിയാഴ്ച മലയാറ്റൂർ കുരിശുമല കയറിയപ്പോൾ തോമസ് ലിയോട് പറഞ്ഞു, ഈ തോമസ് ബിൻഡറിൻ്റെ കാര്യം മാതാവിൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ തോമസ് ബിൻഡർ എന്ന് പറഞ്ഞ വ്യക്തി തന്നെ ഇതിനിടയ്ക്ക് ഒരാഴ്ച മുമ്പ് ഈ ജൂലൈ 20-ാം തീയതി ഒരു മെയിൽ അയക്കുകയാണ്, ജിനോയി, ഐറിൻ, ആൻ, ഡെറിക് എന്നീ 4 പേർക്കും റോഡ് വൈസ് റോഡ് കാർട്ട് പ്ലസ് അനുവദിച്ചിരിക്കുന്നു, അത് വാങ്ങിക്കാൻ നിങ്ങളെ ഞങ്ങളുടെ ഓഫീസിലേക്ക് ക്ഷണിക്കുന്നു. പക്ഷെ അത് വാങ്ങിക്കാൻ വരുമ്പോൾ നിങ്ങൾ വിസ ഡി എന്ന ഓസ്ട്രിയൻ എംബസിയിൽ നിന്ന് തരുന്ന വിസ ഡിയുമായിട്ട് വരേണ്ടത്. പക്ഷേ അയാൾ ഈ വിസ ഡിക്കുള്ള ഈ കോടതിയുടെ അറിയിപ്പുകൾ ഈ എംബസിയെ അറിയിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വിധിപ്പകർപ്പ് വെച്ച് എംബസിയിലേക്ക് ഇയാളുടെ ഈ ലെറ്ററും വെച്ച് ഞാൻ എംബസിയിലേക്ക് മെയിൽ അയച്ചപ്പോൾ അവിടുന്ന് എനിക്ക് റിപ്ലൈ വരികയാണ്, ഞങ്ങൾക്ക് നീഡ് ഓസ്ട്രിയൻ അതോറിറ്റിയുടെ ഇൻഫർമേഷൻ കിട്ടാതെ നോട്ടിഫിക്കേഷൻ കിട്ടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ ആ മെയിൽ വെച്ച് ഞാൻ ഈ തോമസ് വിൻഡർ എന്ന ആൾക്ക് ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ ഡയറക്റ്റ് മെയിൽ അയച്ചു. അതിൻ്റെ 3-ാം പക്കം കഴിഞ്ഞ 27-ാം തീയതി ജൂലൈ 27-ാം തീയതി ഈ എംബസിയിൽ നിന്ന് എനിക്ക് മെയിൽ വരികയാണ്, VFSൽ നിങ്ങളുടെ പാസ്പോർട്ട് കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ. അങ്ങനെ ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു. ഈ ഓഗസ്റ്റ് 7-ാം തീയതി എൻ്റെയും 3 കുട്ടികളുടെയും വിസ അനുവദിച്ചുകൊണ്ട് മാതാവ് ഞങ്ങൾക്ക് വിസ അനുവദിച്ചു തന്നുകൊണ്ട് ഞങ്ങളുടെ വിസ വന്നു. ഈ സെപ്റ്റംബർ 12-ാം തീയതി ഞങ്ങൾ ഓസ്ട്രിയയ്ക്ക് യാത്ര ചെയ്യുകയാണ്. ഇങ്ങനെ വലിയൊരു അനുഭവത്തിലൂടെ ദൈവം ഞങ്ങളെ നടത്തി. ഇതിൽ ഈ അത്ഭുതം സംഭവിച്ചതിലൊന്നും അല്ല എനിക്ക് കാര്യം, എനിക്ക് ദൈവാനുഭവം ഉണ്ടായി, ദൈവസ്നേഹം എന്തെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും നമ്മെ വേർപെടുത്താൻ പറ്റും? മരണത്തിനോ ദൂതന്മാർക്കോ പാതാളത്തിനോ എന്നുള്ള പൗലോസ്ലീഗയുടെ വചനം ജീവിതത്തിൽ അനർത്ഥമായി. ഇനിയും കർത്താവിൻ്റെ സ്നേഹത്തിൽ തുടർന്ന് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ആദ്യമൊക്കെ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന രോഗികൾക്കൊക്കെ പൈസ കൊടുക്കുമായിരുന്നു. പലർക്കും മരുന്ന് വാങ്ങിക്കാൻ, ഭക്ഷണം കഴിക്കാനൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ പൂർണ്ണമായി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഇനി അങ്ങനെ ചെയ്യാൻ എന്നെ ദൈവം അനുവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞാൻ കൃപാസനം പേപ്പർ കൊടുക്കാൻ മടിയുള്ള ആളായിരുന്നു. ഞാനത് പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തുള്ള പള്ളികളുടെയൊക്കെ മുറ്റത്ത് പോയി ക്രൗഡ് ഉണ്ടാകുന്നിടത്ത് പെട്ടെന്ന് പേപ്പർ കൊടുത്ത് പോകുന്ന ഒരു ശീലമായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് 4-ാമത്തെ ഉടമ്പടിയിലൂടെ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല, ഞാൻ ആളെ തേടി പിടിച്ച് നിന്ന് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്നും വീട്ടിൽ നിന്ന് ഈ പേപ്പറുമായിട്ട് ഇറങ്ങുമ്പോൾ ഇത് ഏറ്റവും അർഹതപ്പെട്ട ആളുടെ കയ്യിൽ എത്താൻ എന്നെ സഹായിക്കണേ കർത്താവേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി. ആത്മീയ ജീവിതത്തിൽ ഞാൻ എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും കുമ്പസാരിക്കാൻ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന കാണുന്നുണ്ട്.
ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ അഹങ്കാരം തീർന്ന് എനിക്ക് വിനയം എന്ന പുണ്യ മാതാവ് തന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സാക്ഷ്യം. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുക ഞങ്ങളെ സഹായിക്കണമെന്ന്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ആത്മീയ വിശുദ്ധി കൈവരിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിലൂടെ എനിക്കുണ്ടായ ഏറ്റവും വലിയ സാക്ഷ്യം. പ്രൈസ് ദി ലോർഡ്.